ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, മുദ്ര ബാങ്ക്. ഇത്ര എണ്ണത്തിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഏതൊക്കെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, മുദ്ര ബാങ്ക്. ഈ അഞ്ചെണ്ണത്തിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അലഹബാദ് ബാങ്കിൻ്റെയും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ആസ്ഥാനം കൊൽക്കത്തയാണ്. അലഹബാദ് ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആസ്ഥാനം കൊൽക്കത്ത. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയും ഇന്ത്യൻ ബാങ്കിൻ്റെയും ആസ്ഥാനം ചെന്നൈയാണ്. ഏതൊക്കെ? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയും ഇന്ത്യൻ ബാങ്കിൻ്റെയും ആസ്ഥാനം ചെന്നൈ. ICICI ബാങ്കിൻ്റെയും ബാങ്ക് ഓഫ് ബറോഡയുടെയും ആസ്ഥാനം വഡോദരയാണ്. ICICI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, വഡോദര. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ന്യൂഡൽഹി. കാനറ ബാങ്ക്, വിജയ ബാങ്കും ആസ്ഥാനം ബാംഗ്ലൂര്. കാനറ ബാങ്കും വിജയ ബാങ്കും ആസ്ഥാനം ബാംഗ്ലൂര്. സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മണിപ്പാല്. സിൻഡിക്കേറ്റ് ബാങ്ക്, മണിപ്പാല്. ആന്ധ്ര ബാങ്ക്, ഹൈദരാബാദ്. ആന്ധ്ര ബാങ്ക്, ഹൈദരാബാദ്. ധനലക്ഷ്മി ബാങ്കിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ആസ്ഥാനം തൃശ്ശൂർ. അപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ആസ്ഥാനം തൃശ്ശൂർ. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവ. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവ. അപ്പം നമ്മൾ കുറേ ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് പഠിച്ചത്. മുംബൈ ആസ്ഥാനമായി വരുന്ന ബാങ്കുകൾ ഏതൊക്കെയായിരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, മുദ്ര ബാങ്ക്. അലഹബാദ് ബാങ്കും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ആസ്ഥാനമായിട്ട് വരുന്നത് കൊൽക്കത്ത ആണ്. ചെന്നൈ ആസ്ഥാനമായി വരുന്നതാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. വഡോദര ആസ്ഥാനമായി വരുന്ന ബാങ്കുകളാണ് ICICI ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും. ന്യൂഡൽഹി ആസ്ഥാനമായി വരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ബാംഗ്ലൂർ ആസ്ഥാനമായി വരുന്നത് കാനറ ബാങ്ക്, വിജയ ബാങ്ക്. മണിപ്പാൽ ആസ്ഥാനമായി വരുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക്. ഹൈദരാബാദ്, ആന്ധ്ര ബാങ്ക്. തൃശ്ശൂർ ആസ്ഥാനമായി വരുന്നത് ധനലക്ഷ്മി ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും. ആലുവ ആസ്ഥാനമായി വരുന്നത് ഫെഡറൽ ബാങ്ക്.